ഈ മുഹൂർത്തം അന്നത്തെ ശുഭപഞ്ചമി, മാർഗശീർഷ മാസത്തിലെ ശുക്ലപക്ഷത്തിലെ ശുഭപഞ്ചമിയിലെ അഭിജിത്ത് മുഹൂർത്തത്തിലാണ് ഇത് സംഭവിക്കുന്നത്. വെച്ചാൽ ഓർക്കുന്നത് രാമസീതാ വിവാഹത്തിൻ്റെ ആ ശുഭമുഹൂർത്തം കൂടിയാണ്. അയോധ്യ അതിൻ്റെ ശക്തിയുടെ കരുത്തിൻ്റെ പരകോടിയിൽ നിന്നതിൻ്റെ ഓർമ്മകളാണ് അവിടെ അയവിറക്കപ്പെടുന്നത്. അയോധ്യ പുനർജനിക്കുകയാണ്. അവിടെ സരയൂ തീരത്ത് വീണ്ടും രാമൻ്റെ അയോധ്യ ജനിക്കുന്ന ശുഭമുഹൂർത്തത്തിനാണ് അയോധ്യ സാക്ഷ്യം വഹിക്കുന്നത്. അയോധ്യയിൽ നിന്ന് ഉണരുന്ന ആ ആധ്യാത്മികതയുടെ ഹൈന്ദവ ധർമ്മത്തിൻ്റെ ശക്തിയുടെ തരംഗങ്ങൾ ഭാരതത്തിലെമ്പാടും പരക്കാൻ പോകുന്നത്. അതൊരർത്ഥത്തിൽ നമ്മുടെ ആ ചൈതന്യത്തിൻ്റെ, നമ്മുടെ ധർമ്മത്തിൻ്റെ, സംസ്കാരത്തിൻ്റെ വീണ്ടെടുപ്പാണ്. ഓർമ്മ വീണ്ടും തിരിച്ചു കിട്ടുകയാണ്. ഒരു നാടിന് സംഭവിക്കുന്ന ഏറ്റവും വലിയ ഐശ്വര്യത്തിൻ്റെ സമയമാണ് ഓർമ്മകൾ വീണ്ടെടുക്കുക എന്നത്. നമുക്ക് നഷ്ടമായി പോയത് ഓർമ്മകളാണ്. നമ്മുടെ നാഗരികതയുടെ, നമ്മുടെ സംസ്കാരത്തിൻ്റെ ഓർമ്മ നമുക്ക് നഷ്ടപ്പെട്ടു. ആ സ്മൃതി നഷ്ടത്തെ മാറ്റുക എന്നത് ഒരു രാഷ്ട്രത്തിൻ്റെ ഉയർച്ചയ്ക്ക് ഏറ്റവും അനിവാര്യമാണ്. സിവിലൈസേഷണൽ വിസ്മൃതി എന്ന് പറയും. ആ വിസ്മൃതി ഇല്ലാതെയായി സ്മൃതി വീണ്ടും ലഭിക്കുന്നു. ഇപ്പോൾ ഗീതയിലൊക്കെ പറയുന്നത് നഷ്ടോ മോഹ സ്മൃതിർലബ്ധ. ഇപ്പോൾ ഭാരതം ആ ഒരു മുഹൂർത്തത്തിലാണ്. വീണ്ടും ഗാന്ധീവം കയ്യിലെന്നീ യുദ്ധസന്നദ്ധനാകുന്ന അർജുനനെ പോലെ ഐശ്വര്യത്തിൻ്റെ മാർഗത്തിലേക്ക് ഭാരതത്തെ നയിക്കാൻ ഭാരതം തയ്യാറാവുന്നതിൻ്റെ പ്രഖ്യാപനം കൂടിയാണ് അവിടെ നാം കാണുന്ന ആ കലശയാത്രയിലൂടെ, അതേപോലെ ഐശ്വര്യവത്തിയായ രഥയാത്രകളിലൂടെ എല്ലാവരും സ്വയം മറന്നുല്ലസിക്കുന്ന ഈ മുഹൂർത്തം സത്യത്തിൽ രാമസ്മൃതിയെ വീണ്ടെടുക്കുകയാണ്.